പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് വേണ്ടി CPM ജില്ലാ കമ്മിറ്റി ഇപ്പോൾ ഏകദേശം 500 രൂപയോളം ഓരോ പാർട്ടി അംഗങ്ങളിൽ നിന്നും ഈടാക്കുന്നുണ്ട്. ഏകദേശം 500 രൂപയാണ്. ഏകദേശം ഒരു 2 കോടിയോളം രൂപയോളം ധനസമാഹരണത്തിന് വേണ്ടി ഇപ്പോൾ CPM ആലോചിക്കുന്നുണ്ട്. CPM ജില്ലാ കമ്മിറ്റി ഇപ്പോൾ എല്ലാ ഏരിയ കമ്മിറ്റികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മുടെ കൂടെ ഇപ്പം ശരത് ലാലിൻ്റെ അച്ഛൻ സത്യേട്ടൻ ചേരുന്നുണ്ട്. സത്യേട്ടാ, അങ്ങനെ ആദ്യഘട്ടത്തിലെ വലിയ CPM പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയായിരുന്നു. അതിനെ ഇപ്പോൾ ഊട്ടി ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതെ 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 അത് പിന്നെ ഊട്ടി ഉറപ്പിക്കുക മാത്രമല്ല, അവർക്ക് എന്ത് തന്നെ ആയാലും പ്രതികളെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. അതവരെ പിന്നെ നയം തന്നെ. ഇവർ ഏത് കൊലപാതകം ചെയ്താലും ഏത് പ്രശ്നത്തിലും വേണ്ടാതിനത്തിൽ ഇടപെട്ട് കഴിഞ്ഞാലും CPMകാരെ രക്ഷപ്പെടുത്താൻ CPMകാരുണ്ട്, സർക്കാരും ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കേസ് അപ്പീൽ പോകുന്ന സമയത്ത് സർക്കാർ ഇന്നിപ്പോൾ പൈസ കൊടുക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളാണ്. ഈ CBI വരാതിരിക്കാൻ വേണ്ടി കൊടുക്കും പോലെയല്ല ഇനിയിപ്പോൾ ഈ പ്രതികൾക്ക് വേണ്ടി വാദിക്കുമ്പോൾ. അതുകൊണ്ടെന്താക്കിയാൽ പാർട്ടിക്കാർ മൊത്തം പിരിവ്. അപ്പോൾ എത്രയും ആൾക്കാർ പിന്നെ വാദത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സാമ്പത്തികം വേണം. അത് അവരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ കണ്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പാർട്ടി ഒന്നടങ്കം ഇറങ്ങിയതാണ്. അത് പിന്നെ മുമ്പേ നമ്മൾ കാണുന്നുണ്ടല്ലോ, എല്ലാ കേസിലും കാണുന്നുണ്ട്. അപ്പോൾ ഇതിന് മുമ്പേയിലെ കേസുകളിലും മുമ്പേ 4 കോടി പിരിക്കാനുള്ള സംഭവം ഉണ്ടായിരുന്നു. അതിപ്പോൾ എത്ര പിരിച്ചു നമുക്കറിയില്ല, നമുക്ക് അറിയേണ്ട കാര്യമില്ല അത്. പക്ഷേ ഇതിന് മുമ്പും പിരിച്ചിട്ടുണ്ട്. ഇപ്പോഴും വീണ്ടും ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ പോകുമ്പോൾ വീണ്ടും അവർ ഭരിക്കാതെ. അപ്പോൾ ഇവർക്ക് വേണ്ടി ഈ പാർട്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ എന്തൊക്കെ കള്ളത്തരങ്ങൾ പറയാനും എത്ര സാമ്പത്തികം ഉണ്ടാക്കാനും ആ പാർട്ടി സജ്ജാണ്. അതായത് അനീതിക്കെതിരെ ഈ ചെയ്യുന്നതൊക്കെ നീതിക്ക് വേണ്ടി അവരൊന്നും ചെയ്യില്ല, നീതിക്കെതിരാണ് അവർ. ആദ്യഘട്ടത്തിലെ പണപ്പിരിവ് നടത്തിയിരുന്നു. ഇപ്പോൾ 2ാം ഘട്ട സമാഹരണമാണ് ഇപ്പോൾ നടന്നത്. അതെ 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 ആദ്യം ഫസ്റ്റിൽ ഇവർ പിന്നെ 4 കോടി പിരിക്കാനുള്ള പദ്ധതിയായിരുന്നു. അതിലിപ്പോൾ എത്ര പിരിച്ചോ നമുക്കൊന്നും അറിയേണ്ടതില്ല. അത് എത്ര പിരിച്ചു അതുവരെ പാർട്ടിയിലെ കാര്യങ്ങളാണ്. അപ്പോൾ അത് എന്ത് ചെയ്തു എന്നറിയില്ല. ഇപ്പോൾ 4 കോടി പിരിക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ CK ശ്രീധരൻ വക്കീലിനെ പോലുള്ള ആൾക്കാരെല്ലാം വിലക്കെടുത്തില്ലേ, അയാൾക്കെല്ലാം വാരിക്കോരി കൊടുക്കണ്ടേ. അപ്പോൾ അതെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ മേൽക്കോടതി സമീപിക്കണമെങ്കിൽ വീണ്ടും പണം വേണം. അത് ഇവരെ പിന്നെ ആൾക്കാർ എല്ലാം കൂടി ചേർന്ന് ഈ പലതുള്ളി പെരുവെള്ളം കണക്കേ പിരിച്ചിട്ട് ഒരു വലിയൊരു സാമ്പത്തിക സമാഹരണം നടത്തി ഇതിൻ്റെ പിന്നാലെ പോകാൻ. അത് സുപ്രീം കോടതിയിൽ പോകുമ്പോൾ നമ്മളെ അവസ്ഥ ചിന്തിക്കണ്ടേ ഇവർ? അല്ല, നമ്മൾക്കിപ്പോൾ ഈ സർക്കാർ ചിന്തിക്കണ്ടേ? ഇപ്പോൾ നമ്മൾക്ക് തളർത്തുക, നമ്മൾക്ക് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല, അവരൊന്നും ചെയ്യുകയും ചെയ്യില്ല. ഇതുപോലെ പിരിച്ചിട്ടോ മറ്റോ നമ്മൾക്കൊന്നും ഈ നീതിക്ക് വേണ്ടി പോരാടാനാവില്ല. അപ്പം നമ്മൾക്ക് എന്താ വെച്ചാൽ ഇതുപോലെ സത്യസന്ധരും നല്ല മനുഷ്യത്വമുള്ള നല്ലവരായ അഡ്വക്കേറ്റുമാർ നമുക്ക് ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇതുവരെ നമ്മൾ പോകുന്നില്ല. അതിന് ഇനിയും തടസ്സം വരില്ല. അവരെ എന്തും സുപ്രീം കോടതി വരെ പോകാനും അവർ തയ്യാറുണ്ട് ഈ നീതിക്ക് വേണ്ടിയിട്ട്. അത് നമുക്കൊരു ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഇനി 2 കോടിയല്ല 100 കോടി പിരിച്ചാലും ഈ നീതിപീഠത്തിൻ്റെ അടുത്തെത്തുമ്പോൾ നിയമങ്ങളും അതുപോലെ തന്നെ നമ്മളെ തെളിവുകളുമാണ് അവിടെ പ്രധാനം. ആ നിയമം പാസ്സാക്കുന്നിടത്ത് ഇവരെ ഒന്നുമല്ല. അല്ല, ഇനിയിപ്പോൾ എന്താണ് നിങ്ങളുടെ പരിപാടികൾ? അതായത് നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ്. ഇപ്പോൾ 4 പ്രതികളോളം ഹൈക്കോടതി വെറുതെ വിട്ട സാഹചര്യമാണ്, ജാമ്യത്തിൽ വിട്ട സാഹചര്യമാണ്. അതെ അതെ നമ്മൾ പോകുന്നുണ്ട്. ഇപ്പോൾ 4 പ്രതികളെ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. അത് CPMൻ്റെ ഉന്നതരായ ആൾക്കാരെ 4 പേരെ ജാമ്യം കൊടുത്തിട്ടുണ്ട്. ആ ജാമ്യം കൊടുത്തത് തന്നെ അവർ പറയുന്നു പിന്നെ ഇത് കേസ് മരവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ ഉദ്ദേശപ്രകാരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആ കേസിൻ്റെ ശിക്ഷ റദ്ദാക്കിയെന്നാണ് ജനങ്ങളിൽ പറഞ്ഞു വരുന്നത്. പക്ഷേ റദ്ദാക്കിയതല്ല, അവർക്ക് ജാമ്യം നൽകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്റ്റേ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നേയുള്ളൂ. ഇനിയിപ്പോൾ അതിൻ്റെ വാദം ഹൈക്കോടതിയിൽ തുടങ്ങണം. ആ തുടങ്ങുന്ന സമയത്ത് അതിനെതിരെ നമ്മൾ അപ്പീൽ പോവും, ഇല്ലെങ്കിൽ അതിൽ കക്ഷി ചേരാനുണ്ടോ. അപ്പോൾ അതുകൊണ്ട് ആടെ വാദം നടക്കും ഹൈക്കോടതിയിൽ. അവിടെ ഇപ്പോൾ ഹൈക്കോടതി പിന്നെ ഇതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലോ ബാക്കിയിലെ വാദത്തിൻ്റെ അടിസ്ഥാനത്തിലോ എന്താ സത്യസന്ധമായ കാര്യങ്ങൾ കണ്ടിട്ട് വരുന്ന വിധി ചില സമയത്ത് ഇതായിരിക്കാം, ചിലപ്പോൾ ഇത് കൂടാം, ചിലപ്പോൾ കുറയാം. അത് വേറെ അവിടെ നടക്കേണ്ട സംഭവങ്ങളാണ്. അതിന് നമ്മൾ കക്ഷി ചേരും. അവരെ വെറുതെ വിടാനല്ലേ അവരെ അപേക്ഷ കൊടുക്കുന്നത്, നമ്മൾ തെറ്റുകാരല്ല. അതുകൊണ്ട് നമ്മൾക്ക് ഈ ശിക്ഷയിൽ നിന്ന് ഇളവ് വരുത്തണം എന്ന് പറഞ്ഞിട്ടില്ല ഹൈക്കോടതി സമീപിക്കുന്നു. അതിനാണല്ലോ ഈ സ്റ്റേ എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്റ്റേ പിന്നെ 7 വർഷം വരെയുള്ള ഏത് പ്രതികൾക്കും സ്റ്റേ കിട്ടും. ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റേ എടുക്കാനുള്ള അവകാശങ്ങൾ സുപ്രീം കോടതി തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് അപ്പീലായിട്ട് മുമ്പോട്ട് പോകും. അപ്പോൾ ഇതിനെതിരെ കക്ഷി ചേരണോ, അപ്പീലുമായിട്ട് മുമ്പോട്ട് പോകാനുണ്ട്. അതുപോലെ തന്നെ ഈ വെറുതെ വിട്ട് ഒരു 10 പേരുണ്ട്, അവർക്കെതിരെ നമ്മൾ അപ്പീൽ പോകാനുണ്ട്. പിന്നെ അതുപോലെ മറ്റ് പ്രശ്നങ്ങളുണ്ട്. ചില സമയത്ത് നമുക്ക് അതിൻ്റെ പിന്നാലെ ജയിൽ മാറ്റം പോലുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. ഒന്നാമത് ഇപ്പോൾ നടക്കുന്ന കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞാൽ അവരെ സുഖവാസ കേന്ദ്രമായിട്ട് മാറ്റിയല്ലോ.
അപ്പോൾ അവിടെ ആകുമ്പോൾ അവർ വരവേൽക്കുന്നതെല്ലാം കണ്ടില്ലേ, ജയരാജനും പിന്നെ CPM-ൻ്റെ ആൾക്കാരെല്ലാം കൂടി അവർ ജയിൽ മാറുന്ന സമയത്ത് അവർ സ്വീകരിക്കുക, ആനയിച്ച് കൊണ്ടുപോകുന്ന, അപ്പോൾ അത്രയ്ക്കും പരിവേഷം കൊടുക്കുകയെന്ന്. അപ്പോൾ ഇതൊക്കെ പിന്നെ എന്താണ് അവരെ രീതി, എന്തെന്നാണ് അവരെ പ്രവൃത്തി, എന്തെന്നാണ് ഈ നാട്ടിൽ ഇവർ ചെയ്തു കൂട്ടുന്നതെന്നൊക്കെ പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അവരെത്ര കള്ളങ്ങൾ പറഞ്ഞാലും അവരെ പച്ചയായി എല്ലാ ആൾക്കാരുടെ മുമ്പിലും ഇവർ കാണിച്ചു കൊടുക്കുകയാണ്, നമ്മളിങ്ങനെയാണ്, നമ്മൾ കൊല്ലും, അവരെ രക്ഷപ്പെടുത്തും, അതായത് ക്രിമിനലിൽ നമ്മൾ വളർത്തും, ഇനിയും നിങ്ങൾ സൂക്ഷിച്ചോ, നമ്മളിതുപോലെ ഈ നാട്ടിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ് അവർ ഈ പ്രവൃത്തിൻ്റെ ഫലം പറയുന്നത്. അപ്പോൾ അവർ ചെയ്തോട്ടെ, നമുക്ക് പിന്നെ വേറെന്താ മാർഗ്ഗമില്ല, സർക്കാർ വേണമല്ലോ, നമുക്ക് സർക്കാരുമില്ല. അപ്പോൾ സർക്കാർ ഒരു ഭാഗം നിന്ന് അവർക്ക് വേണ്ടി CPM-ന് വേണ്ടിയിട്ട് ഭരണം നടത്തുന്ന ഒരു സർക്കാരാണ്. അവരെ പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രം ജോലിയും അവർക്ക് മാത്രം അനീതിയും, അവർ നീതിക്കല്ല, അവർ അനീതിക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്. അങ്ങനെ സർക്കാർ നിലകൊള്ളുന്നൊരു സർക്കാരും കൂട്ടായി നിന്നുകൊണ്ട് ഈ കേരളത്തെ എവിടെ കൊണ്ട് എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. എന്തായാലും CPM ഓരോ ദിവസം കൂടുമ്പോഴും ഓരോ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ധനസമാഹരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എന്തായാലും കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും വീട്ടുകാരുടെയും തീരുമാനം. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മന്നിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്.